ചൈനയിൽ എച്ച്.എം.പി.വി വൈറസിന്റെ വ്യാപനം ഭീതി പരത്തുകയാണ്. എച്ച്.എം.പി.വി വൈറസ് കൊറോണ പോലുള്ള മഹാമാരിക്ക് കാരണമാകുമെന്നാണ് ആശങ്ക. 5 വർഷം മുമ്പ് ന്യൂഇയറിൽ ചൈനയിൽ കൊറോണ വൈറസ് പടർന്നതുപോലെ ഇപ്പോൾ എച്ച്.എം.പി.വി വൈറസ് പടരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ വൈറസ് ബാധ മൂലം ചൈനയിലെ ആശുപത്രികൾ നിറഞ്ഞു കവിയുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ എച്ച്.എം.പി.വി വൈറസ് ബാധയെ നേരിടാൻ ചൈന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ചൈന ഇതുവരെ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ലോകമെമ്പാടും തരംഗം സൃഷ്ടിച്ച ഈ വൈറസിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നോക്കാം. 2001 ഇതാദ്യമായി തിരിച്ചറിഞ്ഞത്. ന്യൂമോവിരിഡെ കുടുംബത്തിൽപ്പെടുന്നു. വൈറസ് ബാധയേറ്റാൽ ചുമ, മൂക്കൊലിപ്പ്, തൊണ്ടവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. കുട്ടികളിലും പ്രായമായവരിലും മറ്റ് രോഗങ്ങളുള്ളവരിലും ന്യൂമോണിയ, ബ്രോങ്കറ്റിസ്, ആസ്മ എന്നിവയുൾപ്പെടെയുള്ള ഗുരുതരമായ സങ്കീർണതകൾക്ക് കാരണമാകും. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് 3 ദിവസത്തിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടുതുടങ്ങും. എച്ച്.എം.പി.വി വൈറസും കൊറോണ വൈറസിന് കാരണമായ സാർസ്-കോവ്-2 വൈറസും വ്യത്യസ്ത വൈറസ് കുടുംബങ്ങളിൽ പെട്ടതാണെങ്കിലും ഇവ രണ്ടും തമ്മിൽ കാര്യമായ സാമ്യങ്ങളുണ്ട്. രണ്ടും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാണ്. വൈറസുകൾ നേരിയതോ കഠിനമായതോ ആയ രോഗത്തിന് കാരണമാകുകയും ചെയ്യുന്നു. പനി, ചുമ, തൊണ്ടവേദന, ശ്വാസമുട്ടൽ, ശ്വാസതടസ്സം എന്നിവയാണ് രണ്ടിന്റെയും സാധാരണ ലക്ഷണങ്ങൾ. കൊറോണ പോലെ ഇത് പ്രായമായവരിലും മറ്റ് രോഗങ്ങളുള്ളവരിലും കൂടുതലായി പടരുന്നു. പ്രധാന വ്യത്യാസം ട്രാൻസ്മിഷൻ മോഡിലാണ്. അതായത് കൊറോണയുടെ കാര്യത്തിൽ പകർച്ച വായുവിലൂടെയാണ്. ഇതിനർത്ഥം കൊറോണ ബാധിച്ച ഒരാൾ ശ്വസിക്കുന്ന വായുവിലൂടെ നേരിട്ട് വൈറസ് പടരും. എന്നാൽ നിലവിൽ ഒരാശ്വാസമുള്ളത് എച്ച്.എം.പി.വി വൈറസ് വായുവിലൂടെ പകരുന്നതല്ല. രോഗബാധിതരുടെ സ്രവങ്ങളിലൂടെയാണ് രോഗം പകരുന്നത്. പ്രധാനമായും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും പുറത്തുവരുന്ന കണികകളിലൂടെയാണ് വൈറസ് പടരുന്നത്. രോഗബാധിതരായ വ്യക്തികളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയോ മലിനമായ ചുറ്റുപാടുകളുമായുള്ള സമ്പർക്കത്തിലൂടെയോ ഇത് പകരാം. ഈ വൈറസിന്റെ ഇൻക്യുബേഷൻ കാലയളവ് 3 മുതൽ 5 ദിവസം വരെയാണ്. എച്ച്.എം.പി.വി രോഗത്തിനെതിരെയുള്ള ശരീരത്തിന്റെ പ്രതിരോധശേഷി ദുർബലമാണ് എന്നാണ് കണ്ടെത്തൽ. ഇത് ആവർത്തിച്ചുള്ള അണുബാധകൾ തടയുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ശൈത്യകാലത്തും വസന്തകാലത്തുമാണ് ഏറ്റവും കൂടുതൽ വ്യാപനം. കുട്ടികളും പ്രായമായവരുമാണ് ഈ രോഗത്തിന് കൂടുതൽ ഇരകളാകുന്നത്. മാസ്ക് ധരിക്കുക, ഇടയ്ക്കിടെ കൈകൾ കഴുകുക, നല്ല ശുചിത്വം പാലിക്കുക എന്നിവ വൈറസ് വ്യാപനം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊറോണയ്ക്കുള്ള നിരവധി വാക്സിനുകൾ ഇപ്പോൾ നമ്മുടെ പക്കലുണ്ട്. എന്നാൽ നിലവിൽ എച്ച്.എം.പി.വി വൈറസിന് വാക്സിനുകളൊന്നുമില്ല. രോഗലക്ഷണങ്ങളെ മാത്രം ചികിത്സിക്കാനേ കഴിയൂ. ഇന്ത്യയിൽ ഇതുവരെ ആർക്കും എച്ച്.എം.പി.വി വൈറസ് സ്ഥിരീകരിച്ചിട്ടില്ല. ചൈനയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക വേണ്ടെന്നും കേന്ദ്ര സർക്കാരും അറിയിച്ചു.